സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കളപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യമാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ലീവിന്റെ ആത്മവിശ്വാസത്തിലൂന്നുന്ന പ്രതികരണം കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞതിന് പിന്നാലെ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിന്റെ ഭാഷയുടെ പ്രത്യേകതയാണ്. മഞ്ജു ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഇതിന് തുടക്കം എന്നാണ് പറയുന്നത്. ഇതല്ലാതെ ഈ കേസിൽ വേറൊരു വിധി ഉണ്ടാവും എന്നുള്ളത് ഈ നാട്ടിലെ ആരെങ്കിലും വിചാരിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തായാലും ഉറപ്പായിരുന്നു ഈ കേസിൻ്റെ വിധി ഇങ്ങനെ വരുമെന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ മഞ്ജുവിനെയും, അതുപോലെ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു നടിയുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പറയായിരിക്കും ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ തന്നെ നുണയാണെന്നും പൾസർ സുനി എന്ന് പറയുന്നത് തന്നെ ഒരു തോന്നലായിരുന്നു എന്നും ഒക്കെ പറയാനും കോടതി അത് സമ്മതിച്ചു കൊടുക്കാനൊക്കെയുള്ള സാധ്യത കാണാനുണ്ട്. അതുകൊണ്ട് പറയാണ്, ആക്രമിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന നടിയെയും, അതുപോലെ ഗൂഢാലോചന നടത്തിയ മഞ്ജുവിനെയും, പിന്നെ അവരുടെ കൂടെ കുറേ ആളുകൾ, അഡ്വക്കേറ്റുകൾ, സാമൂഹ്യ പ്രവർത്തകർ, ഇവർക്ക് വേണ്ടി കുറേ ആളുകൾ വാദിച്ച, സിനിമയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കുറേ പേര് വാദിച്ചിട്ടുണ്ടല്ലോ. ഈ വാദിച്ചവരൊക്കെ എതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ട് അവരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലണം. അതായിരിക്കും കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ഒരു വിധി എന്ന് പറയുന്നത്. 8 കൊല്ലമായിട്ട് ഓണത്തിൻ്റെ സമയത്ത് ഈ പേട്ടൻ്റെതായിട്ടുള്ള ഓണപരിപാടികളൊന്നും ടി വിയിലും ചാനലുകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് കഴിഞ്ഞ 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരാക്രമമായിരിക്കും. എന്തെങ്കിലും കഴിഞ്ഞ 8 വർഷമായിട്ട് ഇതിൻ്റെ പേരിലാണോ എന്നറിയില്ല, ഇറങ്ങുന്ന സിനിമകളൊക്കെ പടപടപടപടേന്ന് പൊട്ടുമായിരുന്നു. ഇനിയിപ്പോൾ ഈ കുറ്റവിമുക്തനാക്കിയത് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം തീയതി റിലീസാവുന്ന ബബ്ബ അങ്ങ് പോയി കണ്ട് ഹിറ്റാക്കി കൊടുക്കുക. അങ്ങനത്തെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന വല്ല പരിപാടികളും ചെയ്യുക. എന്നിട്ട് രാഹുൽ ഈശ്വർ ജയിലിൽ നിന്ന് പെട്ടെന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് അങ്ങേരുടെ വക ഒരു ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കുക. പിന്നെ 8 കൊല്ലമായിട്ട് ഫീൽഡിലില്ലല്ലോ, ഫീൽഡ് ഔട്ട് ആയിരിക്കുകയാണല്ലോ ഈ പാവം നടൻ. അപ്പോൾ ഈ നടന് വീണ്ടും പഴയതുപോലെ മലയാള സിനിമയെ മൊത്തത്തിൽ കൈയിട്ട് മാന്താൻ പറ്റുന്നൊരു രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവരും കൂടിയിട്ട്. അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ പ്രസിഡൻ്റായിട്ടും അപ്പൂപ്പനായിട്ടും ഒക്കെ അങ്ങോട്ട് പുനഃസ്ഥാപിക്കുക.
അതിന് ഇനിയിപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ പ്രമുഖരായതോ അല്ലാത്തതോ ആയിട്ടുള്ള എല്ലാ നടന്മാരും കൂടി അങ്ങ് സഹകരിച്ചിട്ട് അങ്ങനെയൊക്കെ പഴയതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം. ഈ രാജ്യത്ത് ഇനി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് കുറച്ചെങ്കിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ ഒരു ചുണ്ണാമ്പ് നടക്കാൻ പോകുന്നില്ല, അപ്പോൾ ഇവിടെ കിടന്ന് വിരകിട്ട് യാതൊരു കാര്യമില്ല, ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ്. ഒരു വനിതാ ജഡ്ജിയാണെന്ന് തോന്നുന്നു വിധി പറഞ്ഞിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു വനിതാ ജഡ്ജി വേണം എന്നുള്ള ഹർജിയും കാര്യങ്ങളും ഒന്നും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഇവിടെ നിർത്തുക. ഇനിയിപ്പോൾ ഹയർ കോടതിയിൽ പോയിട്ട് അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിധി ഉണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ വീണ്ടും ദ്രോഹിക്കാം എന്നൊന്നും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ ഹൈക്കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുള്ള ഗോവിന്ദച്ചാമി പോലും സുപ്രീം കോടതി പോയപ്പോൾ ആ തൂക്കിക്കൊല്ലലിന് വിധേയമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയുള്ള കോടതിയല്ല, കോടതിയുടെ അപ്പൂപ്പൻ നോക്കിക്കഴിഞ്ഞാലും ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമ നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയില്ല. ഈ പാവത്തിന് കിട്ടാനുണ്ടായിരുന്നത് ആ ഒരു 19 ദിവസം 90 ദിവസത്തോളം ജയിലിൽ കിടന്നു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത്രയും കാലം ഈ 8-9 വർഷക്കാലം അനുഭവിച്ചിട്ടുള്ള ഒരു മനോവ്യഥ, അതൊക്കെയാണ് ഈ മനുഷ്യനായിട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്ന വസ്തുക്കൾ. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി ഉൾക്കുത്തോ കുറ്റബോധമോ ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് പഴയതുപോലെ ആ ചളിപ്പില്ലാതെ മീഡിയയുടെ മുന്നിലും അതുപോലെ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കാൻ ഈ പാവത്തിന് പറ്റട്ടെ എന്ന് വിചാരിക്കണം. എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇത്രയും സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ പോലും ക്യാമറേനെ ഫേസ് ചെയ്യുന്ന സമയത്ത് വാക്കുകൾ ഇടറുന്നുണ്ട്, നാവ് കുഴയുന്നുണ്ട്. അപ്പോൾ ഇനി കർമ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അതിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റേ കുറേ ഇൻസ്റ്റാഗ്രാം റീലും പരിപാടികളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മറ്റേ സാധനം പിടിക്കാം. ഇനി അയാളുടെ കാലമല്ലേ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാം. നന്ദി, നമസ്കാരം.